കോഴിക്കോട് കോർണേഷൻ തിയേറ്ററിന് സമീപം 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റിച്ചിങ് യൂണിറ്റിൽ തീപിടുത്തമുണ്ടായി. യൂണിറ്റിലെ ഫ്രിഡ്ജ് കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. തീ വളരെ പെട്ടെന്ന് കെടുത്താൻ കഴിഞ്ഞു എന്നത് വളരെ ആശ്വാസമാണ്. കാരണം ഇത് 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റിച്ചിങ് യൂണിറ്റാണ്. യൂണിറ്റിനോട് ചേർന്ന് 2 ജീവനക്കാർ താമസിക്കുന്ന ചെറിയൊരു ഭാഗം കൂടിയാണ്. അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഫ്രിഡ്ജ് പൂർണ്ണമായും തന്നെ കത്തി. ഫ്രിഡ്ജിൽ നിന്ന് തീ ഉയരുകയും അത് സമീപത്തേക്ക് പടരുകയുമായിരുന്നു. കൃത്യസമയത്ത് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു. അവരെത്തിയാണ് തീ പൂർണ്ണമായും തന്നെ അടച്ചിട്ടുള്ളത്. മറ്റു തുണികളിലേക്കൊന്നും തന്നെ തീ പടർന്നില്ല എന്നതും വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. സമീപത്ത് തന്നെയുള്ള ഫയർ യൂണിറ്റ് എത്തിക്കൊണ്ടാണ് ഏതായാലും തീ അണച്ചിട്ടുള്ളത്. പ്രാഥമികമായി കരുതുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് വിധത്തിൽ തീ ഉണ്ടാകാൻ കാരണം എന്നാണ്. 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ്. തീ ആളി പടർന്നാൽ കെടുത്താൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നേനെ അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇത് കത്തിയിരുന്നെങ്കിൽ ഇപ്പോഴൊന്നും നിലയ്ക്കൂല. അത് കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനേക്ക് ആകും. കാരണം തുണികളാണുള്ളത്. അപ്പം എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് അറിയാം. കാരണം തുണി കച്ചവടം കത്തി കഴിഞ്ഞാലും അവസ്ഥ അറിയാലോ. ആർക്കും പരിക്കൊന്നുമില്ലല്ലോ. ആർക്കും പരിക്കൊന്നുമില്ല. മറ്റേ ഫയർഫോഴ്സിന്റെ ജീവനക്കാരൻ ചെറിയ ആ ഗ്ലാസ് ഒന്ന് പൊട്ടിച്ചപ്പം കൈക്ക് വേറെ കുഴപ്പങ്ങളും ആർക്കും പണിക്കൊന്നുമില്ല. അവർ ഇപ്പത്തിനും കഴിച്ചു കഴിക്കിന്. ഇവിടെ മൊത്തം എത്ര ജീവനക്കാരുണ്ട്? നമ്മള് 10-20 ജീവനക്കാരുണ്ടായിരുന്നു. യൂണിറ്റ് ഇന്ന് പ്രവർത്തിച്ചിട്ടില്ല. ഇന്ന് പ്രവർത്തിക്കാത്തതിനെ കൊണ്ടൊന്നും അവര് വന്ന് ചെറിയൊരു ട്രailer മാത്രം ഉണ്ടായിരുന്നു. ആ വേറെ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. ഫ്രിഡ്ജിന് സമീപത്തായി തുണികളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യാനുള്ളതും ചെയ്തതുമൊക്കെയായ തുണികളാണ്. അതിലേക്കൊന്നും പടരാതെ തന്നെ തീ കൃത്യസമയത്ത് കെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വളരെ ആശ്വാസം. അപ്പം തീ അണയ്ക്കുന്നതിന് വേണ്ടി എത്തിയ ഒരു ഫയർ ഉദ്യോഗസ്ഥനാണ് ഇവിടെ ഈ ചില്ല് തകർക്കുന്നതിനിടയിൽ കൈക്ക് നേരിയ മുറിവേറ്റിട്ടുള്ളത്. വലിയ പ്രശ്നങ്ങളില്ലാതെ അണയ്ക്കാൻ കഴിഞ്ഞു എന്നത് വളരെ ആശ്വാസകരമാണ്.